പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. നമ്മളെവരും ഇന്ന് മൊബൈലുകളിൽ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നവരാണല്ലോ. പലപ്പോഴും സെൽഫി എടുക്കുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ക്യാപ്ചർ ബട്ടൺ അമർത്താൻ സ്വല്പം ബുദ്ധിമുട്ടാവാറുണ്ട്. അത് നമുക്ക് നന്നായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ തടസ്സവുമാകാറുണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് സെൽഫി എടുക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇത് ആൻഡ്രോയിഡിലും ഐഫോണിലും വർക്ക് ചെയ്യും. കാഴ്ചയിൽ ചില മാറ്റങ്ങളുണ്ടെന്ന് മാത്രം. ഗസ്റ്റർ അധിഷ്ഠിതമായ ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് ഉപയോഗിക്കാൻ ക്യാപ്ചർ ബട്ടൻ്റെ ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അതിലൂടെ കാണുന്ന ക്യാമറയ്ക്ക് നേരെ കൈ ഉയർത്തി കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ കൈ ആപ്ലിക്കേഷൻ സെൻസറുകൾ ഡിറ്റക്ട് ചെയ്ത് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. ആ സമയത്ത് നിങ്ങളുടെ കൈവിരലുകൾ മടക്കുക. തുടർന്ന് കൈ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്നും മാറ്റാം. തുടർന്ന് ഒരു കൗണ്ട് ഡൗൺ കാണിക്കുന്നു. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് നന്നായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും ക്യാമറ ആംഗിൾ മാറ്റിപ്പിടിക്കാനും സാധിക്കുന്നു. കൗണ്ട് ഡൗൺ അവസാനിക്കുമ്പോൾ ആപ്ലിക്കേഷൻ തനിയെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന ഇതൊന്ന് കാണാം. നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ മൊബൈൽ ആപ്ലിക്കേഷനുകളെ പറ്റിയും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ പറ്റിയും ഇത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ ലഭിക്കുന്നതിന് ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലൈക്കിനോട് ചേർന്നുള്ള ആരോ സിമ്പിളിൽ നിന്നും ഗെറ്റ് നോട്ടിഫിക്കേഷൻസ് എന്ന് എനേബിൾ ചെയ്യുക. ഒപ്പം സീ ഫസ്റ്റ് എന്നതും എനേബിൾ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ദിവസവും പുതിയ വീഡിയോകൾ എത്തിച്ചേരുന്നു. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങളുടെ കൈ ഇതിൽ കാണിക്കുന്നു. നോക്കുക, ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ഹാൻഡ് സിഗ്നൽ ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം മുഷ്ടി ചുരുട്ടുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചർ ആവുന്നു. ഇതിന് നിങ്ങൾക്ക് 3 സെക്കൻഡ് വരെയും ഡിലേ കിട്ടുന്നു. ആൻഡ്രോയിഡിലാണെങ്കിൽ ഈ ഡിലേ നിങ്ങൾക്ക് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുമൂലം നിങ്ങൾക്ക് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ സമയം ലഭിക്കുന്നു. ഐഫോൺ ആപ്ലിക്കേഷനിൽ ഇതിന് കുറച്ചുകൂടി പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ ഫോട്ടോയുടെ ലെഫ്റ്റും റൈറ്റും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഫ്രെയിമുകൾ ലഭിക്കും. ഇതുപോലെ ഒരു രസകരമായ ഫ്രെയിമിനുള്ളിൽ നിങ്ങളുടെ തല കൊണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഇതുപോലെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്രെയിമുകളാണ് ലഭിക്കുക. ഇതുപോലെ കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ആപ്ലിക്കേഷൻ. പ്രത്യേകിച്ച് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനായിരിക്കും ഞാനിന്നിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം രതീഷ് ആർ മേനോൻ.